ഹായ്, എൻ്റെ പേര് സുൽത്താൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു കട്ടിലാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു മാട്രസിൻ്റെ വേക്ക്ഫിറ്റ് എന്ന ബ്രാൻഡിൻ്റെ ഒരു മാട്രസിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഈ കട്ടിലേക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിരുന്നത്. നിങ്ങൾ ഒരുപാട് കട്ടിലുകൾ കണ്ടു കാണും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കട്ടിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ കല്ലുകൊണ്ട് അല്ലെങ്കിൽ സിമെന്റിന്റെ കട്ട കൊണ്ടാണ് ഞാൻ ഈ കട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും ചെലവ് ചുരുങ്ങിയ രീതിയിൽ ഏറ്റവും വില കുറഞ്ഞ കട്ടിൽ ഭംഗിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് ആളുകൾക്ക് കാണിച്ചു കൊടുത്തു. എൻ്റെ പിക്ചേഴ്സ് ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തു വെച്ചിട്ടില്ലായിരുന്നു. എൻ്റെ അടുത്തുള്ളത് കുറച്ച് പിക്ചറുകൾ മാത്രമാണുള്ളത്. ആ പിക്ചറുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണം എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിക്കാം. പുതിയ വീടുണ്ടാക്കുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപകാരം ഉണ്ടാകുക. പിന്നെ പ്രളയം കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ 2 വർഷം വന്നിട്ട് കേരളത്തിൽ പ്രളയം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അതിലെങ്ങനെ ഫർണിച്ചറുകൾ എങ്ങനെ നഷ്ടപ്പെടാതെ നോക്കാമെന്നുള്ളതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഞാനിത് ആലോചിച്ചത്. കഴിഞ്ഞ 2 വർഷം എൻ്റെ വീട്ടിലും വന്നിരുന്നു വെള്ളം. അന്ന് എനിക്ക് ഇതിൻ്റെ താഴെ റൂമായിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഇത് ചെയ്തത്. അപ്പോൾ അടുത്ത വർഷം വരികയാണെങ്കിൽ അത് എനിക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇങ്ങോട്ട് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് ഒരു വെയ്റ്റ്ലെസ് മാട്രസ് വാങ്ങിയത്, ഫോമിൻ്റെ മാട്രസ് വാങ്ങി, ഡുവൽ കംഫർട്ട് മാട്രസ്. അത് ഞാൻ അൺബോക്സിങ് റിവ്യൂ ഒക്കെ ചെയ്തിരുന്നു. അന്ന് ഒരുപാട് ആളുകൾ വീഡിയോ കണ്ടു, ഒരുപാട് ആളുകൾ അഭിപ്രായം പറഞ്ഞു. ഇനിയും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. ഈ വീഡിയോ നിങ്ങൾ കാണണം. എനിക്ക് നിങ്ങളെ എന്നും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇപ്പം ഞാൻ ഇപ്പോൾ ഈ കട്ടിലിരുന്നിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ റൂമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി പ്രോബ്ലംസും ക്ലിയർ ഇല്ലായ്മയും ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ കല്ല് ഈ കട്ട കൊണ്ട് ഉണ്ടാക്കാൻ വളരെ ചെറിയ ചെറിയ ചെലവിൽ എനിക്ക് തോന്നുന്നു 2000 മുതൽ ഒരു 4000 വരുമ്പോൾ 5000-നുള്ളിൽ നമുക്ക് ഈ കട്ടിലിൻ്റെ പണി തീർക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ കട്ടില കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതിൽ. അപ്പോൾ നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ കട്ടില്. അതിന് ആവശ്യമായത് ഈ ടൈല് തന്നെ, ഈ ഫ്ലോറിനിട്ടിരിക്കുന്ന ടൈല് തന്നെ, അതിൻ്റെ 6 പീസ് ടൈല്. പിന്നെ പുറത്ത് ഉപയോഗിച്ചിരുന്ന ടൈലിൻ്റെ പീസുകളാണ് സൈഡിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഈ ചാരുഭാഗമായിട്ടൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അത് തന്നെ. ഇത്രയേ ഉള്ളൂ ഇപ്പോൾ കാണാൻ. ബാക്കി ഞാൻ അതിൻ്റെ പിക്ചറുകൾ കാണിച്ചു തരാം. ഓക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.